പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന PMUY ഗുണഭോക്താക്കൾ ഉൾപ്പെടെ രാജ്യത്തെ എല്ലാ LPG പാചകവാതക ഉപഭോക്താക്കളും 2026 ജൂൺ 30-നകം eKYC പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം. നിശ്ചിത സമയത്തിനകം തന്നെ eKYC പൂർത്തിയാക്കാത്ത പക്ഷം ഇന്ത്യൻ, ഭാരത്, HB ഗ്യാസ് ഉപഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പാചകവാതക സബ്സിഡി നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അമേരിക്കയും ഇസ്രായേലും ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചതിനെ തുടർന്ന് ആഗോള എണ്ണവാതക ഗതാഗതത്തിന്റെ 20% കൈകാര്യം ചെയ്യുന്നത് ഹോർമോസ് കടലിടുക്ക് വഴിയായിരുന്നു. എന്നാൽ ഈ കടലിടുക്ക് അടച്ചിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ LPG വിതരണക്ഷാമം പരിഹരിക്കാനായിട്ട് കേന്ദ്ര സർക്കാർ നിരവധി ചട്ടങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായിട്ടാണ് LPGക്ക് ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഓതന്റിക്കേഷൻ നിർബന്ധമാക്കിയത്. കഴിഞ്ഞ മാർച്ചിൽ PMUY ഗുണഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത പരിശോധന സർക്കാർ നിർബന്ധമാക്കിയത്. നിലവിൽ eKYC പൂർത്തിയാക്കാത്ത ഉപഭോക്താക്കൾക്ക് മാത്രമാണ് ഈ നിർദ്ദേശം ബാധകമാവുക എന്നും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് eKYC പൂർത്തിയാക്കിയ ഉപഭോക്താക്കൾക്ക് ഇത് വീണ്ടും ചെയ്യേണ്ടതില്ല. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ്. ജൂലൈ മാസം 3-ന് ആരംഭിക്കുന്ന സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികളിൽ ഈ സ്കോളർഷിപ്പും ഉൾപ്പെടുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഉദ്യോഗാർത്ഥികൾക്ക് വലിയൊരു കൈത്താങ്ങായിട്ടുള്ള പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ഈ ജനപ്രിയ പദ്ധതി തുടരാൻ തന്നെയാണ് സർക്കാരിന്റെ തീരുമാനം. അങ്ങനെയെങ്കിൽ നിലവിൽ ലഭിക്കുവാനുള്ള കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളൊക്കെ തന്നെ ഉടൻ വിതരണം ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ പുതിയ അപേക്ഷകളൊക്കെ തന്നെ സ്വീകരിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. 18 വയസ്സ് പൂർത്തിയായ പഠനം കഴിഞ്ഞ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇതിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. എന്നാൽ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇതിൽ അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതല്ല. 30 വയസ്സാണ് പരമാവധി പ്രായം. കുടുംബ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, സംസ്ഥാനത്തെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയാണെന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിൽ അർഹരായവർക്ക് 2 ഗഡുക്കളായിട്ട് സഹായം ലഭിച്ചിരുന്നു. എങ്കിലും ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ തുക മാത്രമാണ് വിതരണം ചെയ്യാൻ സാധിച്ചിരുന്നത്. നിലവിൽ പദ്ധതിയിൽ ഒരുപാട് അനർഹരായിട്ടുള്ള വ്യക്തികളൊക്കെ തന്നെ കടന്നുകൂടിയിട്ടുണ്ടെന്ന നിരവധി പരാതികളൊക്കെ തന്നെ ലഭിച്ചിരുന്ന സാഹചര്യത്തിലാണ് കൃത്യമായിട്ടുള്ള വെരിഫിക്കേഷൻ നടത്തുന്നതിനായിട്ട് സർക്കാർ താൽക്കാലികമായിട്ട് പെൻഡിംഗ് വെച്ചിരിക്കുന്നത്. അതിനാൽ ഉടൻ തന്നെ ആനുകൂല്യങ്ങൾ ലഭ്യമാകില്ലെങ്കിലും അപേക്ഷകരുടെ ഒക്കെ തന്നെ നിലവിലെ രജിസ്ട്രേഷൻ റദ്ദാക്കപ്പെടാതെ അതേപടി നിലനിൽക്കുന്നതാണ്. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.